പ്രൈസ് ദ ലോർഡ്. ജീവജലത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2024 ഡിസംബർ മാസം 17-ാം തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിന്റെ അളവറ്റ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിന്റെയും അനുഗ്രഹത്തിന്റെയും നന്മയുടെയും ദിനമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ വാഗ്ദത്ത വചനത്തിലേക്ക് പ്രവേശിക്കാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തീത്തോസിന് എഴുതിയ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം. ടൈറ്റസ് ചാപ്റ്റർ 2 വേഴ്സ് 11 നാം ഇപ്രകാരം വായിക്കുന്നു: സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. വിശ്വാസത്തിൽ നിജപുത്രനായ തീത്തോസിന് പൗലോസ് ഒരു ഹ്രസ്വമായ ലേഖനം അഥവാ ഒരു കത്ത് എഴുതുകയാണ്. എഴുതുന്നതിന്റെ ഉദ്ദേശവും ഉള്ളടക്കവും ക്രേത്തയിൽ ശുശ്രൂഷയോടനുബന്ധിച്ച് തീത്തോസിനെ ആക്കിയിട്ട് പോന്നു. അവിടെ ശുശ്രൂഷ വ്യാപിപ്പിക്കേണ്ടതിനും അവിടെയുള്ള വിശ്വാസികളെയും മൂപ്പന്മാരെയും ഉറപ്പിക്കേണ്ടതിനും ശക്തമായ താക്കീത് നൽകുകയാണ്. നാം ഈ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്നുണ്ട്: ഇത് നീ ശക്തമായി ഉപദേശിക്കണം, ശാസിക്കണം, നീ വളരെ ഗൗരവമായി അവരെ പഠിപ്പിക്കണം. യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയല്ലാതെ മറ്റൊരു രക്ഷയില്ല എന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞ പൗലോസ് അത് തന്റെ ശിഷ്യന്മാരോടും സഹപ്രവർത്തകരോടും ശക്തമായി അനുശാസിക്കുന്നു. അങ്ങനെ യേശുവിൽ കൂടെയുള്ള രക്ഷയെക്കുറിച്ച് വ്യക്തമാക്കിക്കൊണ്ട് പറയുകയാണ്: സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷാകരമായ ഒരു വലിയ വെളിച്ചം നമുക്ക് വേണ്ടി ഉദിച്ചു. ഒരു രക്ഷ നമുക്ക് വേണ്ടി ഉദിച്ചു. ഇത് ക്രിസ്ത്യാനികൾക്ക് വേണ്ടിയോ കേവലം ചിലർക്ക് വേണ്ടിയോ മാത്രമല്ല, സകല മനുഷ്യർക്കും വേണ്ടിയുള്ള രക്ഷാകരമായ ദൈവത്തിന്റെ വലിയ പദ്ധതി ഉദിച്ചിരിക്കുന്നു. അതെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മപ്പെടുത്തിയതുപോലെ ലോക ക്രൈസ്തവ ജനത്തിന്റെ ഭൂരിഭാഗം പേരും ഒരു ആഗമന കാലത്തിൽ കൂടെ കടന്നു പോകുകയാണ്. യേശുവിന്റെ തിരുപ്പിറവിയെ ഓർക്കുന്ന ഈ ക്രിസ്മസ് കാലയളവിൽ ഇതാ ആദ്യത്തെ കാരോൾ സംഘം നിന്ന് പാടുകയാണ്: സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. അതെ, കേവലം ഒരു കൂട്ടർക്കോ ഒരു സഭയ്ക്കോ ഒരു ദേശത്തിനോ ഒരു വർഗത്തിനോ വേണ്ടിയല്ല, സർവ ലോകത്തിനും സകല മനുഷ്യർക്കുമുള്ള മഹാസന്തോഷമാണ് യേശുവിന്റെ ജനനം. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ജീവിതത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള അവസ്ഥകളിൽ കൂടെ കടന്നു പോകുമ്പോൾ അതിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ ഈ ഒരു വലിയ പ്രത്യാശ, ഈ ഒരു വലിയ രക്ഷ, ഈ ഒരു വലിയ ദൈവകൃപ എനിക്കും നിങ്ങൾക്കും വേണ്ടി ഉദിച്ചിരിക്കുന്നു. ആ ഉദിക്കപ്പെട്ട യേശു എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉദിക്കാത്തിടത്തോളം കാലം എത്ര ആഗമനം കൊണ്ടാടിയാലും, എത്ര ക്രിസ്മസ് കൊണ്ടാടിയാലും, എത്ര കാരോൾ സർവീസിൽ പാടിയാലും ഓർക്കുക, യേശു എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ ഉദിക്കണം. അതുകൊണ്ട് പൗലോസ് വളരെ ശക്തമായി തീത്തോസിനോട് പറയുകയാണ്: ഇത് നീ പൂർണ്ണ ഗൗരവത്തോടെ അവരെ ഉപദേശിക്കണം, ശാസിക്കണം, തർജ്ജനം ചെയ്യണം. ഈ നിലയിൽ അവരെ വചനത്താൽ ഉറപ്പിക്കണം. അതെ പ്രിയമുള്ളവരെ, എന്റെയും നിങ്ങളുടെയും പ്രശ്നങ്ങൾക്കും ഭാരങ്ങൾക്കും
പ്രതികൂലങ്ങൾക്കും എല്ലാ സങ്കടങ്ങൾക്കും പാപത്തിന്റെ വലിയ പാശത്തിൽ നിന്നും ശത്രുവിന്റെ അന്ധകാര കെട്ടിൽ നിന്നും വിടുവിക്കുവാൻ ഭാഗ്യകരമായ പ്രത്യാശയാകുന്ന യേശു ഉദിച്ചിരിക്കുകയാണ്. ആ യേശുവിനെ ഹൃദയത്തിൽ നമുക്ക് സ്വീകരിക്കാം. പുൽക്കൂടുണ്ടാക്കി പുൽക്കൂട്ടിലോ ഏറ്റവും നല്ല വർണ്ണശബളമായ ഒരുക്കങ്ങളിലോ അല്ല യേശു ജനിക്കേണ്ടത്. എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ യേശു ജനിക്കണം. അതെ, വെളിപ്പാട് 3:20 നാം ഇങ്ങനെ വായിക്കുന്നു, കണ്ടാലും ഞാൻ വാതിക്കൽ വന്ന് നിന്നുകൊണ്ട് മുട്ടുന്നു. എന്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അകത്തു വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. ഈ യേശു എന്റെ നിങ്ങളുടെയും ജീവിതത്തിന്റെ ഉള്ളിലേക്ക് വരുവാൻ ആഗ്രഹിക്കുകയാണ്, മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കും നിങ്ങൾക്ക് വേണ്ടി ഭാഗ്യകരമായ പ്രത്യാശ ഉദിച്ചിരിക്കുന്നു. ലോകരക്ഷകനായ യേശു ജനിച്ചു, നമുക്ക് കൊലക്കളത്തിൽ യാഗമായി. അതെ, താൻ മരണത്തെ ജയിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. അതെ, തന്നിൽ പ്രത്യാശ വച്ചിരിക്കുന്ന തന്റെ ഭക്തന്മാരായ ദൈവമക്കളെ ചേർക്കുവാൻ അതിസമീപ ഭാവിയിൽ വാനമേഘങ്ങളിൽ എഴുന്നള്ളും. അങ്ങനെയെങ്കിൽ ആ യേശുവിനോട് കൂടെ പോകുവാൻ ഈ യേശു എന്റെയും നിങ്ങളുടെയും ഹൃദയങ്ങളിൽ ജനിക്കണം. എന്നെ കേൾക്കുന്ന സഹോദരി സഹോദരങ്ങളെ, ദൈവമക്കളെ, ഈ ഭാഗ്യകരമായ പ്രത്യാശയാകുന്ന യേശു നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിക്കട്ടെ. നമ്മിൽ കൂടെ നമ്മുടെ തലമുറകൾ അത് തിരിച്ചറിയട്ടെ, നമ്മുടെ സഭകൾ അത് തിരിച്ചറിയട്ടെ. യേശുവിനെ പരിപൂർണമായി ഉൾക്കൊള്ളുവാനും യേശുവിൽ കൂടെ ദൈവം ഉദ്ദേശിച്ച മാനവലോകത്തിന്റെ രക്ഷ, ആ പദ്ധതി പൂർത്തീകരിക്കുവാൻ ഈ നാളുകൾ തമ്പുരാൻ നമ്മളെ ഒരുക്കട്ടെ. അങ്ങനെ ആ മാനവലോകത്തിന്റെ രക്ഷയിൽ കൂടെ നമുക്കൊരു പരിപൂർണ വിടുതൽ കിട്ടി യുഗായുഗങ്ങൾ കർത്താവിനോട് ചേർന്ന് വസിപ്പാൻ ഇടയാകട്ടെ. അതിന് ഈ യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സ്വീകരിക്കാം. ഇന്ന് വേദനയോടും ഭാരത്തോടും സങ്കടത്തോടും വിഷമത്തോടും ആരെങ്കിലും എന്നെ കേൾക്കുന്നുവോ, സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും സങ്കടം മാറ്റുവാൻ, വിഷമം മാറ്റുവാൻ, ഭാരം മാറ്റുവാൻ, നിത്യ സന്തോഷം, മഹാസന്തോഷം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുവാൻ, അതെ, ഭാഗ്യകരമായ വലിയ പ്രത്യാശ ഉദിച്ചിരിക്കുകയാണ്. ആ ഉദിച്ചിരിക്കുന്ന യേശുവിനെ, പതിനായിരങ്ങളിൽ അതിശ്രേഷ്ഠനായ ഈ യേശുവിനെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് സ്വീകരിക്കാം. ആ ജീവിതങ്ങളിലൂടെ അനേകരിലേക്ക് പകരുവാനും യേശുവിലേക്ക് എത്തുവാനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഇന്നത്തെ ദിനം ജീവജലം ശ്രവിക്കുന്ന പ്രിയ ദൈവമക്കൾക്ക് വിടുതലിന്റെയും അനുഗ്രഹത്തിന്റെയും ദിനമാവട്ടെ. ക്രിസ്മസ് കാലയളവ് കേവലം ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും മാത്രം ഒതുങ്ങാതെ യേശു എന്തിനു വേണ്ടി ജനിച്ചു എന്നുള്ള വ്യക്തമായ തിരിച്ചറിവോടുകൂടി നമ്മുടെ ഹൃദയങ്ങളിൽ യേശു ജനിക്കുവാനും ആ ജനനത്തിൽ കൂടെ നിത്യജീവന്റെ അവകാശികളായി തീരുവാനും ഇന്നത്തെ വാഗ്ദത്ത വചനം എന്നെയും നിങ്ങളെയും ആഹ്വാനം ചെയ്യുന്നു. ആ നിലകളിൽ നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി കർത്താവിന്റെ കരങ്ങൾ സമർപ്പിച്ച് കർത്താവിൽ കൂടെ വിടുതലും സൗഖ്യവും ആശ്വാസവും സമാധാനവും നന്മകളും അനുഗ്രഹങ്ങളും ഉയർച്ചകളും പ്രാപിച്ച് അതൊക്കെ പ്രാപിക്കുമ്പോൾ കർത്താവിനെ മറക്കാതെ, നൽകിയ ദൈവത്തെ വിട്ടുകളയാതെ കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ സർവശക്തനായ ദൈവം ഇന്ന് പകൽ നമ്മെ സഹായിക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിൽ കൂടെയുള്ള ചിന്തകൾ നമ്മളെ ഒരുക്കട്ടെ. അങ്ങനെ ദൈവനാമ മഹത്വത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി നിലകൊള്ളുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിനായി ഇന്ന് നമ്മെ തന്നെ സമർപ്പിക്കാം, തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടി, മാനവലോകത്തിനു വേണ്ടി ഏറ്റവും വലിയ പ്രത്യാശയാകുന്ന യേശു ഉദിച്ചിരിക്കുന്ന സദ്വാർത്ത ഈ നാളുകളിൽ ഞങ്ങൾ ഓർക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ
യേശുവാകുന്ന രക്ഷകൻ ജനിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ശോധന ചെയ്യുവാൻ, കുറവുകളേറ്റ് അങ്ങയുടെ സന്നിധിയിൽ പുനഃസമർപ്പണം ചെയ്യുവാൻ ഞങ്ങളെ അവിടുന്ന് ഒരുക്കണമേ. ഇന്ന് വചനം കേട്ടതിന്റെ മക്കളെ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം, അതെ, ഞങ്ങളോട് അറിയിച്ച സദ്വാർത്ത ഞങ്ങൾക്കും മഹാസന്തോഷമായി തീരണം. കേവലം ഒരു കൂട്ടർക്കോ ഒരു ഗ്രൂപ്പിനോ ഉള്ളതല്ല, സർവലോകത്തിനും വേണ്ടിയുള്ള ഈ ഉദിക്കപ്പെട്ട യേശുവിനെ ഞങ്ങളുടെ ജീവിതങ്ങൾ സ്വീകരിപ്പാൻ, മറ്റുള്ളവർക്കിലേക്ക് പകരുവാൻ, അതിൽ കൂടെ നിത്യവിടുതലും നിത്യസന്തോഷവും നിത്യരക്ഷയും പ്രാപിച്ച് യുഗായുഗങ്ങൾ അങ്ങയോട് ചേർന്ന് ജീവിപ്പാൻ ഇടയാകണമെന്ന് യേശു ക്രിസ്തു മൂലം അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, അതെ, സർവജനത്തിനുമുള്ള വലിയ രക്ഷ യേശു ഉദിച്ചിരിക്കുന്നു. ആ യേശുവിനെ ഹൃദയങ്ങളിൽ, ജീവിതങ്ങളിൽ സ്വീകരിച്ച് അനുഗ്രഹത്തോടെ ജീവിപ്പാൻ സർവശക്തനായ ദൈവം ഇടയാക്കട്ടെ. ജീവജലത്തിന്റെ പ്രേക്ഷകരായ നിങ്ങളെല്ലാവരെയും, അതെ, നമുക്ക് വേണ്ടി ഉദിച്ചിറങ്ങിയ യേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുവാൻ ശക്തമായി ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവകൃപ പ്രാപിച്ച് മുന്നേറുവാൻ സർവകൃപാലുവായ ദൈവം നമ്മെ ഏവരെയും ഇടയാക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കുകയും ചെയ്യട്ടെ. കർത്തൃ ശുശ്രൂഷയിൽ നിങ്ങളോടൊപ്പം ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ് യു ഓൾ.